ഈ കോവിഡ് ലോക്ക്ഡൗണിൽ വീട്ടിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവിൻ്റെ ചിക്കൻ അൽഫാം ഉണ്ടാക്കിയുള്ള ഒരു കുക്കിംഗ് പരീക്ഷണമാണ് ഈ വീഡിയോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വിടുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഒരു വലിയ പീസാക്കി എടുത്തില്ല, ഒരു മീഡിയം സൈസ് പീസാക്കി അത് നന്നായി കഴുകി നല്ലോണം വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് നമ്മൾ എടുത്തുള്ളത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയൊരു നാരങ്ങൻ്റെ നീര്, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ്. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ തൈര് ബൗളിലേക്ക് ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച കുരുമുളക് പൊടി ഇടുന്നു. അതുപോലെ നാരങ്ങ നീര്, ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് മിക്സ് ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് തൈര് ഈ സാധനങ്ങൾ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സ് ചെയ്ത സാധനം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ച് അതിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി അത് ശരിക്ക് ആ ചിക്കനിൽ ശരിക്കും വരിഞ്ഞ് അതൊക്കെ നല്ല ശരിക്ക് വരിഞ്ഞ് എടുത്ത ഓരോ സ്ഥലത്തും ശരിക്കും അത് തേച്ച് പിടിപ്പിക്കണം. ഓരോന്നും എടുത്ത് ശരിക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ മിക്സ് ഇത് ചെയ്തു വെച്ചു. ഇനി ഇതൊരു 15 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണ്. ഈ 15 മിനിറ്റ് അതിനിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല കൂട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തുള്ളത് ഒരു കുറച്ച് ഉണക്കമുളക്, ഒരു 5-8 ഉണക്കമുളക് ഉണ്ട്. അതുപോലെ വലിയ ജീരകം, അതുപോലെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, അതുപോലെ ചെറിയ ജീരകം, അതുപോലെ മല്ലി, കുറച്ച് പച്ചമല്ലി. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണക്കമുളക് ഒന്ന് എടുത്ത് കുറച്ച് ഒന്ന് വറക്കണം. ആദ്യം ഉണക്കമുളകാണ് വറക്കുന്നത്. അതൊന്ന് വറവായി വരുമ്പോൾ നമ്മൾ മറ്റേത് ബാക്കിയിടുന്നു. അടുത്ത മല്ലി, അതുപോലെ ജീരകം, പെരുംജീരകം, ചെറിയ ജീരകം, അതുപോലെ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏല, കുരുമുളക് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. മുളക് നമ്മൾ തൽക്കാലം വറവായതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇത് വറവാകുന്ന വരെ അതും കൂടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്ത മസാലയിലേക്ക് ഇനി ഒരു ചെറു മീഡിയം വലിയ ഉള്ളി അരിഞ്ഞിട്ട് അതിടുന്നു. അതുപോലെ ഒരു തക്കാളി, ഒരു തക്കാളി മാത്രം, ഒരു തക്കാളി അത് അരിഞ്ഞിട്ടിടുന്നു. ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒരു 3 പച്ചമുളക് അതിടുന്നു. കുറച്ച് മല്ലിച്ചപ്പും ഇടുന്നു. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മളൊരല്പം മഞ്ഞപ്പൊടി ഇടുന്നു. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. ഒരാവശ്യത്തിന് കുറച്ച് ഉപ്പിടുന്നു. പിന്നെ നമ്മൾ നിർബന്ധമുള്ള കേസല്ല, ഇനി കുറച്ച് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഒരു ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മളൊരു കളറിന് വേണ്ടി ഇടുന്നതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ട് ഇനി ഇത് നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളൊരു 15 മിനിറ്റായി ചിക്കൻ ഇതുപോലെ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ ഈ മസാല ചിക്കനിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഓരോ നമ്മുടെ ചിക്കൻ പീസ് കൊടുത്തിട്ട് ശരിക്ക് മസാല നന്നായി അതിൻ്റെ വരിഞ്ഞ സ്ഥലത്തൊക്കെ ശരിക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂർ നമ്മളിങ്ങനെ മാറ്റി വെക്കണം. 6 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഗ്രില്ലിൽ ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി 6 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 6 മണിക്കൂർ വെച്ച ചിക്കൻ ആണ് ഇപ്പോൾ എടുത്ത് നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഗ്രില്ലുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ചാർക്കോളാണ് കത്തിച്ചിട്ടുള്ളത്. ചാർക്കോൾ കിട്ടാത്തവർക്ക് ചിരട്ട ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാം. അതുപോലെ ഗ്രില്ല് ലഭ്യമല്ലാത്ത ഒരു നെറ്റ്, ഇരുമ്പിൻ്റെ നെറ്റ് എന്തായാലും ആയാൽ മതി. പക്ഷേ ഗ്രില്ലാണ് നല്ലത്. അപ്പോഴേ നമുക്കത് തിരിച്ചും മറിച്ചിടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടണമെങ്കിൽ ഗ്രില്ലാണ് നല്ലത്. അപ്പോൾ നമ്മളിനി അത് ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകും. ചെറിയൊരു കരിച്ചിലൊക്കെ അതിൻ്റെ പുറംതൊലിക്കുണ്ടാവും, പക്ഷേ അത് മൊത്തത്തിൽ കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അധികം വല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വേവായിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളുള്ളത് കുബൂസ് ഉണ്ട്, കുറച്ച് ചപ്പാത്തിയും മയണൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അൽഫാം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.